കാര്യവട്ടം ക്യാമ്പസിലെ ഇടിമുറി മർദ്ദനത്തിൽ വിസിക്ക് റിപ്പോർട്ട് നൽകി അന്വേഷണ സമിതി. ഇടിമുറിയിലെ മർദ്ദനം തള്ളിക്കൊണ്ടാണ് അന്വേഷണ റിപ്പോർട്ട് നൽകിയത്. കൂടുതൽ വിവരങ്ങളുമായി ആതിര സരസ്വത് ചേരുന്നു. ആതിര, ഈ ഇടിമുറി മർദ്ദനത്തിൽ ഇപ്പോൾ വിസിക്ക് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. അത്തരത്തിൽ ഒരു മർദ്ദനം ഉണ്ടായിട്ടില്ല എന്നാണോ ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്? തീർച്ചയായും KSU നേതാവ് സാൻജോസിനെ ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചു എന്നായിരുന്നു ആരോപണം. എന്നാൽ ഈ ആരോപണങ്ങളെ പാടെ തള്ളിക്കളയുകയാണ്. അതായത് ഇടിമുറിയിലെ മർദ്ദനം തള്ളുകയാണ് അന്വേഷണ റിപ്പോർട്ട്. 3 വകുപ്പുകളിലെ അടങ്ങിയ അംഗങ്ങളാണ് ഈ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. മെൻസ് ഹോസ്റ്റലിലെ 121 നമ്പർ മുറി ഒരു റിസർച്ച് സ്കോളർക്ക് അനുവദിച്ചതാണ്. ഈ വിദ്യാർത്ഥി തലേ ദിവസം ഇവിടെ നിന്ന് പുറത്തു പോയിരുന്നു. അതുകൊണ്ട് തന്നെ മുറി അടഞ്ഞു കിടക്കുകയായിരുന്നു. KSUSFI പ്രവർത്തകർ തമ്മിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് പുറത്തുനിന്ന് ജോഫിൻ എന്നയാള് വന്നതിനെ ചൊല്ലിയാണ് തർക്കമുണ്ടായത്. വിദ്യാർത്ഥിനിയായ സഹോദരിയെ ക്യാമ്പസിൽ എത്തിക്കാൻ വന്നതായിരുന്നു ഈ പുറത്തുനിന്ന് വന്ന ജോഫിനും സഹോദരിയും ഈ സാൻജോസും ഒരു വാഹനത്തിലാണ് എത്തിയത്. ജോഫിനെ ഒറ്റയ്ക്ക് തിരികെ പോകുമ്പോൾ ഹോസ്റ്റലിനടുത്ത് വെച്ച് SFI പ്രവർത്തകർ തടയുകയും താക്കോൽ ഊരി വാങ്ങുകയും ചെയ്തു. ഇതറിഞ്ഞാണ് സാൻജോസ് അവിടേക്ക് എത്തുന്നത്. പിന്നീട് ഇരുഭാഗത്തും കൂടുതൽ തർക്കമുണ്ടാവുകയും ഒരുപാട് ആളുകൾ അവിടേക്ക് എത്തിച്ചേരുകയുമാണ് ഉണ്ടായത്. സാൻജോസിനും SFIയുടെ പ്രവർത്തകനായ അഭിജിത്തിനും പരിക്കേറ്റിട്ടുണ്ട്. നവാഗതരെ സ്വീകരിക്കുന്നതിന് തോരണം കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പും തർക്കമുണ്ടായിട്ടുണ്ട്. നവാഗതരെ സ്വീകരിക്കുന്നതിന് പ്രോട്ടോകോൾ ഉണ്ടാക്കണമെന്നും സമിതി നിർദ്ദേശം വെക്കുന്നുണ്ട്. മാത്രമല്ല, പുറത്തു നിന്ന് വരുന്ന ആളുകൾക്ക് ഒരു കർശന നിയന്ത്രണവും ഏർപ്പെടുത്തും. ഇനി മുതൽ കാര്യവട്ടം ക്യാമ്പസിൽ ബൂം ബാരിയർ ട്രാഫിക് സിസ്റ്റം ഇനി മുതൽ സ്ഥാപിക്കും. അതുപോലെ തന്നെ പുറത്തു നിന്ന് വരുന്ന ആൾക്കാർ അധിക സമയം കാര്യവട്ടം ക്യാമ്പസിൽ ചിലവഴിക്കാനും സമ്മതിക്കില്ല. അധിക സമയം ചിലവഴിച്ചാൽ ഒരു അലർട്ട് നൽകുന്ന സംവിധാനവും കാര്യവട്ടം ക്യാമ്പസിൽ സ്ഥാപിക്കുന്നതായിരിക്കും. ലക്ഷ്മി. ആതിര, KSU ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണിപ്പോൾ അന്വേഷണ സമിതി തള്ളിയിരിക്കുന്നത്. KSUവിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം വല്ലതും വന്നിട്ടുണ്ടോ? ലക്ഷ്മി, KSU ഉന്നയിച്ച വലിയൊരു ആരോപണമാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. വലിയൊരു സംഘർഷത്തിലേക്ക് തന്നെ അന്ന് പോയതുമാണ് ഈ വിഷയം. പക്ഷേ നിലവിൽ ഇതുവരെ KSU ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം നിലവിൽ ഇതുവരെ KSUവിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം വന്നിട്ടില്ല. നിയമസഭയിൽ പോലും ഇക്കാര്യം വലിയ രീതിയിൽ ചർച്ച ചെയ്തിരുന്നു. നേതാക്കൾ പോലും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിട്ട് ഇത് മാറിയിരുന്നു. പക്ഷേ ഇതിന് ശേഷം ഒരു പ്രതികരണവും KSU പ്രവർത്തകർ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ലക്ഷ്മി. ആതിര സരസ്വതാണ് വിവരങ്ങൾ നൽകിയത്. കാര്യവട്ടം ക്യാമ്പസിൽ ഇടിമുറി മർദ്ദനം ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ അന്വേഷണ സമിതി കണ്ടെത്തിയിരിക്കുന്നത്. തീർച്ചയായും ഈ വിഷയത്തിൽ ഈ വിഷയമുയർത്തിയ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട്.